ഹായ് വിവേഴ്സ്, ഗോബൂസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി, ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കറിക്കായയാണ്. കറിക്കായ ചിലർക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല, പക്ഷെ ഇപ്പൊ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ഇതാ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിച്ചു. പിന്നെ ഒരു വലിയ സബോള കൊത്തി അരിഞ്ഞ് വെച്ചു. പിന്നെ ഒരു മീഡിയം സൈസിൽ 2 ടൊമാറ്റോയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിന് ബാക്കി പ്രോസസ്സ് ചെയ്ത് ഞാൻ ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി വെക്കും. പിന്നെ അത് വറുത്തെടുക്കും എണ്ണയിൽ. നമ്മൾ മുറിച്ച് വെച്ച കഷ്ണങ്ങളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ സ്വല്പം മുളക് പൊടി ഇടുന്നു. 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് ഇത് പുരട്ടി കുറച്ച് ഉപ്പും ചേർത്ത് പുരട്ടി വെക്കും. കുറച്ച് നേരം കുറച്ച് ഉപ്പും ഇട്ടു. ഒരു 1/2 ടീസ്പൂൺ ഇല്ല, 1/4 ടീസ്പൂൺ കണക്കാക്കി ഇട്ട് ഞാനിത് ഇങ്ങനെ കൈകൊണ്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം ഇവിടെ വെക്കുവാണ്. ഇത് എണ്ണയിലൊന്ന് വറുത്തെടുക്കും നമ്മൾ. ഇങ്ങനെ ഒരു 10 മിനിറ്റ് വെക്കാം. ഞങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റുകൾ എഴുതണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണം. ഈ മസാലയൊക്കെ പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സബോളയൊക്കെ ഒന്ന് വറക്കാം. ഞാൻ സബോള ഇട്ടു വഴറ്റിക്കൊണ്ടിരിക്കുവാണ്. നമുക്ക് 2 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചത് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ആ ഇഞ്ചിയുടെ പച്ച ചുവ മാറുന്നത് വരെ വഴറ്റുക. സബോളയൊക്കെ ഒരുമാതിരി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ടൊമാറ്റോ അതിലോട്ട് ചേർത്ത് അതും കൂടെ വഴറ്റുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ഇളക്കി ആ മല്ലിയുടെ പച്ചച്ചമയൊക്കെ മാറിയിട്ട് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്, കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തത് കൊണ്ട് അത്രയും മതി. ഒരു 1/2 ഗ്ലാസ് കണക്കാക്കി വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഇതൊന്ന് വേവാൻ, ഒന്ന് മയമാകാൻ വേണ്ടി മാത്രം ഉള്ള വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂണ് നാളികേരം ചിരകിയതിലേക്ക് വീണ്ടും 1 പച്ചമുളക് 1 കഷ്ണം ഇഞ്ചി ഇടുന്നുണ്ട്. ഓൾറെഡി നമ്മൾ അതിൽ ചേർത്തിട്ടുണ്ട്, എങ്കിലും എരിവ് വേണ്ടവർക്ക് ഇടാം. പിന്നെ ഇതിലേക്ക് 1 നുള്ളു പെരിഞ്ചീരകം, കൂടുതൽ വേണ്ട, 1 നുള്ളു പെരിഞ്ചീരകം കൂടി ഇട്ടിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഈ തിളപ്പിച്ചിരുന്ന എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് അരച്ച നാളികേരം ചേർക്കുക. ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കുകയോ അല്ല ചെറുതായിട്ട് വെച്ചിട്ട് മതി ചേർക്കുന്നത്. എന്നിട്ട് മൊത്തം കഴുകി ഒഴിക്കുക. വീണ്ടും തിളപ്പിക്കുക. 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം, കാരണം ഉപ്പ് കൂടിയ പ്രശ്നമല്ലേ. നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അതിനുശേഷം അപ്പോഴത്തേക്ക് കായയുടെ മറ്റുള്ള പ്രോസസ്സിങ് ഒക്കെ ചെയ്യാം. വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഞാനിതിൽ മുളക് പൊടിയൊക്കെ പുരട്ടി വെച്ച കായയുടെ കഷ്ണങ്ങൾ ഇട്ട് ഒന്ന് വറുത്തെടുക്കുവാണ്. ഒരുമാതിരി നിന്ന് ഇത് മുകളിലേക്ക് പൊങ്ങി വരാൻ തുടങ്ങും ഈ കായ കഷ്ണങ്ങൾ. അപ്പം നമ്മൾ കോരി എടുത്താൽ മതി. അപ്പോൾ ഞാൻ കോരി എടുക്കാൻ പോവാണ്. അങ്ങനെ എല്ലാം വറുത്തെടുക്കുന്നു. കായ വറുത്തത് ഇങ്ങനെ ഞെങ്ങണം നമ്മൾ തൊടുമ്പോഴത്തേക്ക്, അങ്ങനെ വേണം. ആ പരുവത്തിനാണ്. അപ്പം ഞാൻ ഈ ഗ്രേവിയിലോട്ട് ഇത് ആഡ് ചെയ്യുവാണ്. വറുത്ത ഈ കായ കഷ്ണങ്ങൾ ചേർക്കുന്നു. എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നു. ഈ കായയും കൂടെ ഒന്ന് മയമാകാൻ വേണ്ടിയിട്ട് സ്വല്പം വെള്ളം ഒഴിക്കുക. ഒരുപാട് ഒഴിക്കരുത്. സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് വേവിച്ച് യോജിപ്പിച്ചെടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടു. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതേപോലെ വലിയ കഷ്ണങ്ങൾ കായയുടെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. ഞാൻ ഓൾറെഡി ചെറുതായിട്ടാണ് അരിഞ്ഞത്, കാരണം വെച്ചാൽ പിന്നെ ഉടക്കേണ്ടല്ലോ എന്ന് കരുതി. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇത്രയും സ്വാദിഷ്ടമായ കറി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കഴിച്ചു കാണുകയല്ല. ഇത് ഉണ്ടാക്കി നോക്കുക തന്നെ വേണം. നല്ല സ്വാദാണ്. വിജയേട്ടാ, എന്തോ കറിയാ ഇനി വേണ്ടേ? ഞാൻ മോരെടുക്കട്ടെ, പിക്കിൾ എടുക്കട്ടെ? ഇനി അതൊന്നും വേണ്ട, അതേ ഈ കറി മതി. ഇപ്പൊ ഉണ്ടാക്കിയ കായയുടെ കറി നല്ലതല്ലേ? നല്ല ടേസ്റ്റ് അല്ലേ? എന്നാ ശരി. അമ്മു പറഞ്ഞു നല്ല സ്വാദുണ്ടെന്ന് അമ്മു പറഞ്ഞു. ഇനി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം.